സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിച്ചേക്കും. ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ കാറ്റും ഉണ്ടാകും. ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇത്തവണത്തെ ആ താപനില, ഉയർന്ന താപനില, അതിന് ചെറിയൊരു ശമനം വരുന്നുണ്ട്. പലയിടങ്ങളിലും വേനൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് വേനൽ മഴ ശക്തമായേക്കും. അതൊരു പ്രതീക്ഷയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ നമുക്കറിയാം കാലാവസ്ഥയിൽ വലിയൊരു വ്യതിയാനം ഉണ്ടായിരുന്നു. അത് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് കാലാവസ്ഥയിൽ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇനി വരുന്ന ദിവസങ്ങളിൽ വേനൽ മഴ, നീണ്ടു നിൽക്കുന്ന വേനൽ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 4 ജില്ലകളിലാണ് പ്രധാനമായും യെല്ലോ അലർട്ട് നാളെ പ്രഖ്യാപിച്ചിട്ട് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യെല്ലോ അലർട്ട് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഇടുക്കിയും കോട്ടയത്തും ഇതേ രീതിയിൽ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇടിയോടും മിന്നലോടും കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നു വന്ന താപനില മുന്നറിയിപ്പ് ഇന്നും തുടരുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടായത്. 40.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ദിവസവും ഇന്നലെയും പാലക്കാട് ചൂട് ഉണ്ടായത്. അതേ സമയത്ത് തന്നെ പുനലൂരിൽ 39.5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുകയും ചെയ്തു. അതേ രീതിയിൽ തുടർന്ന മറ്റു ജില്ലകളിലും താപനില വർദ്ധിക്കുകയാണ് എന്നത്. കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രിയാണ് ഇന്നലെ ചൂട് ഉയർന്നത്. ആലപ്പുഴയും എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് ചൂട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് വർദ്ധിക്കാനുള്ള സാഹചര്യം ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് ഇന്നലെ തന്നെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ തന്നെ പുനലൂരിലും ചൂട് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്ത് തന്നെയായാലും 4 ഡിഗ്രി മുതൽ 6 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് ഇന്ന് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. ആളുകൾ കർശനമായ ആരോഗ്യ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. സൂര്യതാപം അടക്കം ഏൽക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കൂടുതൽ ആളുകൾക്ക് സൂര്യതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ ഒരു നിർദ്ദേശം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക്, വേനൽ മഴ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലുള്ള വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിച്ചേക്കാനാണ് സാധ്യത.